അതെനിക്കറിയില്ല കേട്ടോ, എനിക്കറിഞ്ഞൂടാ. ഞാൻ ശരിക്കും പറഞ്ഞ എല്ലാ പടങ്ങളും റീ റിലീസ് ആക്കി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോട്ടാ മോമേ റീ റിലീസ് ആയപ്പോ ഇപ്പൊ വന്ന ജനറേഷൻ ആൾക്കാർക്ക്, ചെറിയ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് എന്താ പറയുക, ചേച്ചിയുടെ പുതിയ സിനിമ കണ്ടു കേട്ടോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ ഇന്ന പടമൊന്നുമില്ല വരുന്ന, ഇപ്പൊ ഉദയനാണ് തന്നെ റീ റിലീസ് ചെയ്യാൻ പോവല്ലേ. അത് എന്റെ പടമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നല്ല നല്ല സിനിമ നാട്ടിൽ നല്ലല്ലേ. ചുമ്മാ പിന്നെയും തിയേറ്ററിൽ പോയി കാണാന്നുള്ള ഒരു എക്സ്പീരിയൻസ്. ഈ ബോധപൂർവ്വമുള്ള തീരുമാനമാണോ സീരിയസ് കഥാപാത്രം പിടിക്കാന്നുള്ളത്? അല്ലല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇവരെന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്നെ എല്ലാവരും വിളിക്കുന്ന ഭയങ്കര ഒരു ബബ്ലി ആയിട്ടുള്ള ക്യാരക്ടർ, കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്, ടോക്കറ്റീവ് ആണ്, ഇങ്ങനെയാണ് എപ്പോഴും ഒരാൾ വന്ന് പറയുമ്പോൾ തുടങ്ങുക. അപ്പൊ ഇവര് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറച്ച് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കാരണം നമുക്കും വേറെ 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 രീതിയിലുള്ളത് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ബോധപൂർവ്വമുള്ള തീരുമാനമൊന്നുമല്ല. ഇനിയും ഫൺ ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്യും. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ചെയ്യും.